അനിങ്ങാസയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലബ് കോഴ്സ് വീഡിയോസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേര് എങ്ങനെ പറയാം, എങ്ങനെ ചോദിക്കാം എന്നാണ്. കൊറിയൻ ഭാഷയിൽ പേരെങ്ങനെ പറയാം, എങ്ങനെ ചോദിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് യുവർ നെയിം? ഇരിമി മോയയോ. ഇരിമി മോയയോ. ഇരിമി മോയയോ. ഇരിമി മോയോ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പേര്, എന്താണ് നിങ്ങളുടെ പേര്. ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം നമുക്ക്. നെയിം എന്നതിന് ഇരും എന്ന് ഉപയോഗിക്കുന്നു. നെയിം എന്നതിനുള്ള വാക്കാണ് ഇരും. ഓക്കെ, ഇരും. മലയാളത്തിൽ ചെറുതായിട്ട് അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇരും എന്ന് വായിക്കണം, ഇരും. ഓക്കെ, ഇരും. ഇരും നെയിം. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ വന്ന ഈ എന്താണ്, അത് സബ്ജക്റ്റ് പാർട്ടികളാണ്. സബ്ജക്റ്റ് പാർട്ടികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സെൻറ്റൻസിലെ നൗണിനെ മാർക്ക് ചെയ്യുന്നതിനാണ് സബ്ജക്റ്റ് പാർട്ടികൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇരിമി. അപ്പോൾ കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇരിമി എന്ന് വായിക്കും, ഇരിമി. വാട്ട് എന്നത് മോ. മോ എന്നത് മുവോത്ത് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ്. മുവോത്ത്. മുവോത്ത് എന്ന് പറഞ്ഞാലാണ് വാട്ട്. അതിൻ്റെ ചുരുക്ക രൂപമാണ് മോ. പിന്നെ ടു ബി ഫോം ഈസ്, ആം, ഈസ്, ആർ, ഇയയോ, ഏയോ. ഇത് നൗണിൻ്റെ ലാസ്റ്റ് അക്ഷരത്തിനനുസരിച്ച് ഉപയോഗിക്കും. ഓക്കെ, കോൺസോണൻ്റ് ആണെങ്കിൽ, വവൽസ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കും. ഇനി നമുക്ക് നമ്മുടെ പേര് രണ്ട് തരത്തിൽ പറയാം. ഒന്ന് നമുക്ക് മൈ നെയിം ഈസ് വെച്ച് പറയാം. രണ്ടാമത് ഐ ആം വെച്ച് പറയാം. മൈ നെയിം ഈസ് അലക്സ്, ഐ ആം അലക്സ്. മൈ നെയിം ഈസ് അമൻ, ഐ ആം അമൻ. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. മൈ നെയിം ഈസ് അലക്സ് വെച്ച് നമുക്ക് നോക്കാം. ജെ ഇരിമിൻ അലക്സ് ഇംനിത. ഈ ഇംനിത ഉപയോഗിക്കുന്നത് വളരെ പൊളൈറ്റായ സന്ദർഭങ്ങളിലാണ്. പൊളൈറ്റായി സംസാരിക്കുമ്പോഴാണ് ഇംനിത ഉപയോഗിക്കുന്നത്. ഓക്കെ, മൈ നെയിം ഈസ് അലക്സ്. സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത് മൈ നെയിം ഈസ് അലക്സ്. ജെ ഇരിമിൻ അലക്സ് ഏയോ. ഏയോ ഇയേയോ ആണ് സ്റ്റാൻഡേർഡാണ്, പൊളൈറ്റ് ഫോമാണ്. ജെ ഇരിമിൻ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നതാണ് ഇയേയോ, ഏയോ. ജെ ഇരിമിൻ അലക്സ് ഏയോ. അലക്സ് എന്താണ്, വവലിലാണ് ആ ലെറ്റർ അവസാനിക്കുന്നത് ആ പേരിൻ്റെ, അതുകൊണ്ട് ഏയോ ഉപയോഗിച്ചു. അടുത്തത് മൈ നെയിം ഈസ് അമൻ. ജെ ഇരിമിൻ അമൻ ഇയേയോ. അമൻ വന്നപ്പോൾ ഇയേയോ എന്നത് എന്തുകൊണ്ടാണ്? അമൻ്റെ പേര് കോൺസോണൻറ്റിലാണ് അവസാനിക്കുന്നത്, കോൺസോണൻ്റ് ലെറ്ററിലാണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് ഇയേയോ വന്നു. ജെ ഇരിമിൻ അമൻ ഇയേയോ. ഇനി ഇതിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. ജെ എന്ന് പറഞ്ഞാൽ മൈ. ജെ എന്ന് പറഞ്ഞാൽ മൈ, എൻ്റെ. ജെ മൈ. ഇരും എന്നത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ പേര്. ഇരും എന്ന് പറഞ്ഞാൽ പേര്. നേരത്തെ ഇരിമി എന്നാണ്, ഇരിമിൻ്റെ കൂടെ സബ്ജക്റ്റ് പാർട്ടികളാണ് വന്നത്. ഇവിടെ ഇൻ എന്ന് പറഞ്ഞാൽ ടോപ്പിക് പാർട്ടികളാണ്. പാർട്ടികളിനെ കുറിച്ച് നമുക്ക് ഒറ്റൊരു വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, ജെ ഇരിമിൻ. ജെ ഇരിമിൻ അമൻ ഇയേയോ. ഇയേയോ. ഇവിടെ ഇയേയോ എന്നത് ഒന്നുമില്ലെങ്കിൽ ഏയോ വരണം, അല്ലെങ്കിൽ ഇയേയോ ആണ്. ഇവിടെ വന്നത് അമൻ്റെ പേരിൻ്റെ ലാസ്റ്റ് അക്ഷരം കോൺസോണൻ്റാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഐ ആം വെച്ച് നോക്കാം. ഐ ആം അലക്സ്. ജോനിൻ അലക്സ് ഇംനിത. ജോനിൻ അലക്സ് ഇംനിത, പൊളൈറ്റായിട്ട് പറയുമ്പോൾ. ഓക്കെ, ജോനിൻ അമൻ ഇംനിത. രണ്ടും സെയിമ, ഒരേ രൂപത്തിൽ നമുക്ക് പറയാം. ജോനിൻ അലക്സ് ഏയോ. ഇവിടെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ ഐ ആം അലക്സ് എന്ന് പറയും. ജോനിൻ അലക്സ് ഏയോ. ജോനിൻ അലക്സ് ഏയോ. വോവൽ സൗണ്ടിലാണ് നെയിം അവസാനിക്കുന്നത്, അതുകൊണ്ട് ഏയോ വന്നു. ജോനിൻ അമൻ ഇയേയോ. ജോനിൻ അമൻ ഇയേയോ. ഇയേയോ എന്നത് അമൻ അവസാനിക്കുന്നത് കോൺസോണൻ്റ് ലെറ്ററിലാണ്, അതുകൊണ്ട് ഇയേയോ വന്നു. ജോനിൻ അമൻ ഇയേയോ. ജോനിൻ അമൻ ഇയേയോ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇയേയോ ഒരു കൺസോണൻറ്റിന് ശേഷമായിട്ട് ഉപയോഗിക്കുക. ഏയോ വവൽ ലെറ്ററിന് ശേഷമായിരിക്കും ഉപയോഗിക്കുക. പിന്നെ ഇംനിത ഫോർമലായിട്ട്
വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ഇംനിത. പിന്നെ ഇയ എന്ന് വെച്ച് ഉപയോഗിക്കും, പക്ഷേ അത് വളരെ കാഷ്വലാണ്, ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് ഓർത്തിരിക്കേണ്ട വേർഡുകളും ചെക്ക് ചെയ്യാം. ജെ, മൈ, ജോ, ഐ, ഇരും, നെയിം, മോ, മോത്ത്, വാട്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അന്നിങ് ആഷ്മിക.